ഡെയിലി വ്ലോഗിലേക്ക് സ്വാഗതം. നമുക്കൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ? ഞാൻ ഉണ്ടാക്കിയതല്ല, പാക്കറ്റ് സൂപ്പാണ്, നോറിൻ്റെ നൂഡിൽസ് സൂപ്പ്. ഇത് നമുക്ക് ആർക്കും വലിയ ഇഷ്ടമില്ല, പിന്നെ ഇതേ കയ്യിലുണ്ടായിട്ടുള്ളൂ. എന്തെങ്കിലും ബോറടിക്കുന്ന സമയത്ത് ചൂടോടെ കുടിക്കണ്ടേ, അത് വിചാരിച്ചിട്ട്. ആ നേരത്തെ റയാനും എന്തെല്ലോ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയല്ലോ സമയം തള്ളി 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 നിൽക്കുന്നതാ ബോറടിച്ചിട്ട്. സാധാരണ മച്ച ഈ സമയത്ത് വീട്ടിലുണ്ടാവലുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മൂപ്പര് നല്ല തിരക്കാണ്. അതാ നമുക്കിത്ര ബോറടി. അങ്ങനെ എത്ര കിട്ടിയാലും പഠിക്കാത്ത സൂപ്പും കൊണ്ടിതാ നമ്മളിവിടെ വന്നിരുന്ന്. ഇത് ഉപ്പ് കൂടുതലാണെന്ന് നമുക്കറിയാം, എന്നാലും പിന്നെയും ഇതന്നെ കുടിക്കും. ഭയങ്കര ഉപ്പ് കുടിച്ച് ഒരു 2 സ്പൂണെല്ലാം കുടിച്ചാൽ തന്നെ ഒരു മടുപ്പാന്നേ. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ ഈ നോറിൻ്റെ ഈ നൂഡിൽസ് സൂപ്പ്? ചിക്കൻ നൂഡിൽസ് സൂപ്പ്. ചിക്കൻ ഇല്ലാത്ത ചിക്കൻ സൂപ്പ് കുടിച്ചിട്ട് യുവാവും യുവതിയും മാതൃകയായി. 2 സ്പൂൺ സൂപ്പ് കുടിക്കുമ്പോഴത്തേക്ക് എനിക്ക് മടുത്ത്. ഞാൻ റയാനോട് എനിക്ക് ചോറ് മതിയും. എന്താണെന്നറിയില്ല, ചോറിനോട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ നല്ല മോരുകറി എക്സ്പേർട്ട് ആയിട്ടുണ്ട്. ഇപ്പം നല്ല മോരുകറിയാക്കും. മോരുകറി വെറുതെ കുടിക്കാനും എനിക്കിഷ്ടം, ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ ഇഷ്ടം. നല്ല ചിറ്റുള്ളി മുളകും മോരുകറിയും ചിരവറവും ഫ്രൈ എല്ലാം ഉണ്ടായിന്. അതെല്ലാം കഴിഞ്ഞ് ഇതാ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. നല്ല മോരുകറിയും. Guys, this is not a more curry. This is ulli curry. ഈ ടേസ്റ്റ് ഇല്ലാത്ത സാധനം റയാനും ഇങ്ങനെ കുടിക്കുന്നേ നോക്കിയിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് റീൽസ് എല്ലാം എടുത്ത്, അതിനാണ് ഈ പൊട്ടിയിട്ട് നിന്നത്, കണ്ടിട്ടില്ലേ? പിന്നെ ഇതാ റയാനൊക്കെ ഞാൻ ഡിന്നറാക്കി. ഞാനിങ്ങനെ ഈ ലൈറ്റായിട്ട് ഡിന്നർ കൊടുക്കലുള്ളൂ റയാനൊക്കെ. നമുക്ക് എന്തെങ്കിലും ഉച്ചക്കത്തെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തട്ടിക്കുട്ടി ഒപ്പിക്കൽസ് ആയിരിക്കും. റയാനൊക്കെ ഞാനിങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുക്കും, അധികം ഹെവി കൊടുക്കാണ്ട്. ബ്രെഡും ചീസും, പിന്നെ അതിൽ ഞാൻ ഒരു സെറ്റിൽ മാത്രം കുറച്ച് പാൽ ഒഴിച്ച്, അത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. റയാനൊക്കെ ഭയങ്കര ഇഷ്ടമായി, എപ്പോഴും ഇത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിന്, പിറ്റേന്നത്തേക്ക് വെക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ എന്തായാലും ബോറടിച്ചിരിക്കുന്നതല്ലേ, അങ്ങനെ ഞാനത് തീർക്കാൻ വിചാരിച്ച്. നാളത്തേക്ക് വെച്ചാൽ പിന്നെ ലോഡ് കൂടുവല്ലേ ഉള്ളൂ. ഇപ്പോൾ സമയം 11:40. നല്ല പപ്സ് ഇല്ലേ, പപ്സ് മുട്ട പപ്സ് തിന്നാൽ നല്ല കൊതി. അപ്പോൾ നമ്മളിങ്ങനെ പുറത്ത് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഉണ്ടായത്. എന്തെങ്കിലും ജ്യൂസ് അങ്ങനത്തെ എന്തെങ്കിലും എല്ലാം അടിച്ചെടുത്തിട്ട് പുറത്ത് പോകാനുള്ള പ്ലാനിലാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഉറക്കം വരുന്നത്, പക്ഷെ ഞങ്ങൾക്ക് പപ്സും വേണം. അപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ച് വെച്ച് നമുക്ക് വണ്ടിയിൽ നിന്ന് പപ്സും ജ്യൂസും കഴിക്കാമെന്നുള്ള പ്ലാനിൽ. ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്, അവിടെ ചൂടോടെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടത്തേക്ക് പോവാം. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ ലിപ്സ്റ്റിക്കെല്ലാം കണ്ടോ, അങ്ങനെ ഇങ്ങനെ ലൈറ്റ് അതൊന്ന് ലെവലാക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് അറിയില്ല, ഞാൻ എന്ത് കഴിക്കുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കും തിന്നു. ചില ആൾക്കാർ എന്ത് കഴിച്ചാലും ലിപ്സ്റ്റിക്ക് പോവില്ല. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലിപ്സ്റ്റിക്കിനെ പല്ലിനെ പോലെ അങ്ങനെ ആക്കി തിന്നു. അങ്ങനെ ചുണ്ടുമ്മനുള്ള ലിപ്സ്റ്റിക്കെല്ലാം വേവേ തീർന്നു. അപ്പം ഞാൻ ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് റെഡിയായി മച്ചനെ കാത്തിക്കുന്നത്. അപ്പം തന്നെ 11:15 റയാനൊക്കെ ഡ്രസ്സൊന്നും മാറ്റണ്ട, റയാനും ഓൾറെഡി കുഴപ്പമില്ലാത്ത ഡ്രസ്സിലുള്ളത്. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് ബുക്ക് വായിക്കാൻ വിചാരിച്ച്. ഇത് ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന ബുക്കാട്ടോ, നമ്മൾ ദുബായ് പബ്ലിക് ലൈബ്രറി. ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. റയാനോ ലൈബ്രറിയിൽ നിന്ന് എടുക്കുമ്പോൾ കൂടുതലും സയൻസ് റിലേറ്റഡ് അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ എടുക്കും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതിൽ. മൂപ്പരിങ്ങനെ വായിക്കും, വേഗം തീർക്കും. ബുക്ക് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുകയും ചെയ്യും. അപ്പോൾ ചില കാര്യങ്ങളിങ്ങനെ വായിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സംശയം അങ്ങോട്ട് ചോദിക്കാൻ കാത്തിക്കുന്നത് പോലെ നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും റയാനും. അതെന്തായാലും ഒരു കുട്ടിയായതിനു ശേഷം ആ ഒരു കാര്യം എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് തീരെ അറിയാത്തൊരു കാര്യം നമുക്ക് പഠിക്കാനും പറ്റും. അവരിങ്ങനെ പറയുമ്പോൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് നല്ല പ്രൗഡായിരിക്കും. നമുക്ക് കുട്ടികളിങ്ങനെ പഠിപ്പിച്ചു തരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒരു ഇളം കാറ്റുണ്ട്. അതിൻ്റെ ജ്യൂസ് ഇങ്ങനെ പിടിച്ചിട്ടുള്ളൂ കേട്ടോ, ഒരു കവറിലിട്ടിട്ട് ജ്യൂസ്. ഇതാ ഒരു ഇളം കാറ്റ് തേങ്ങാക്കുലകളാടുന്നു. ഇതാണ് എൻ്റെ ചെരുപ്പ്. ഇതാണ് സോ കംഫർട്ടബിൾ. ഒരു സോക്സ് കൂടെ കിലുക്കത്തിൽ രേവതി ഇറങ്ങുന്ന പോലെ ഇറങ്ങാം. വന്നു, യെസ്.
അങ്ങനെ ഇതാ മച്ചു വന്ന് നല്ല ടയേർഡായിട്ടുള്ളത്. എന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് വേണ്ട ഇല്ല എന്ന് തീരെ പറയൂല പാവം. എന്ത് പറഞ്ഞാലും വേഗം കൊണ്ടുപോകാൻ റെഡി ആയിട്ട് നിൽക്കും. അത് ഭയങ്കര നല്ല കാര്യം കേട്ടോ. എന്തായാലും പപ്സിൻ്റെ പൂതി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പപ്സ് എന്നാൽ പൂതി ഉണ്ട്, കുഴപ്പമൊന്നും ഇല്ല, നമുക്ക് പോവാം, നമുക്ക് എന്നാൽ പപ്സ് എന്നിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ജ്യൂസും ആക്കിയിട്ട് ഇറങ്ങിയത്. റയാനൊക്കെ വേറെ എവിടെയെങ്കിലും വലിയൊരു ലോങ് ഡ്രൈവ് പോകാനായിരുന്നു ആഗ്രഹം. ഞാൻ പിന്നെ തൽക്കാലം നമുക്ക് നാളെയല്ലേ ഓഫ്, നമുക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലും ലോങ് ഡ്രൈവ് ആക്കാം, നൈറ്റ് ഡ്രൈവ് ആക്കാം, അങ്ങനെ പറഞ്ഞിട്ട് ഒപ്പിച്ച്. ഈ പപ്സിൻ്റെ അല്ല ബേക്കറി ഫാക്ടറി ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, നല്ല ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെയാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ഫാക്ടറിയിലെത്തി. അതിൻ്റെ ഉള്ളിൽ കയറുമ്പം ഭയങ്കര ആകാശമുട്ടയുള്ള പ്രതീക്ഷകളായിരുന്നു എനിക്ക്. അതിൻ്റെ ഉള്ളിൽ കയറിയത് ഞാൻ ഞെട്ടിപ്പോയി, സത്യമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അവിടെ പപ്സ് മാത്രമേ ഉള്ളൂ. റയാൻ വേറെ എന്തെങ്കിലും പരീക്ഷിച്ചിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞിന് പപ്സ് മാത്രമേ ഉള്ളൂ, ഡിന്നർ കഴിഞ്ഞതാ, ഡിന്നർ പിന്നെ ഹെവി ആക്കരുത്. മൂപ്പർക്കാകെ മൂഡ് ഔട്ടായി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഓരോ മുട്ട പപ്സ്, ചിക്കൻ പപ്സ്, പിന്നെ ഒരു സാൻഡ്വിച്ച് അതുമാണ് വാങ്ങിയത്. ഇവിടെ അതല്ലാണ്ട് വേറെ എന്തെല്ലോ ഐറ്റംസ് ഉണ്ട് കേട്ടോ, ബ്രെഡ് കാര്യങ്ങൾ ചൂടോടെ ഉണ്ടാവും, പുതിയതുണ്ടാവും. പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും പൈസയും കുറവില്ല. അങ്ങനെ നമ്മൾ അതെല്ലാം വാങ്ങി വണ്ടിയിൽ കയറി കഴിക്കാൻ തുടങ്ങി. മച്ചു വാങ്ങിയത് ഈ സാൻഡ്വിച്ചും, റയാൻ ചിക്കൻ പപ്സും, ഞാൻ മുട്ട പപ്സും. എനിക്ക് നാട്ടിലത്തെ മുട്ട പപ്സിൻ്റെ ഒരു 7 അയലത്തെത്തൂലെങ്കിലും മുട്ട കുറച്ചിടാമായിരുന്നു എന്ന് തോന്നി. മുട്ടൻ്റെ വലിപ്പം ഭയങ്കര കുറവ്, മുട്ട കടിക്കാൻ കിട്ടുന്നില്ല, ഒരു അറ്റത്തൊരു പീക്കിരി മുട്ട. ഇപ്പം നമ്മളെ പപ്സ് കൊതിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോന്ന്. ക്ലിയർ ഇല്ലാലോ. പപ്സ് ഒന്ന് വണ്ടിയിലല്ല, പപ്സിനെ പൊടിയാക്കി സ്ഥലം വിടാം അല്ല അല്ലയാനോ ബാക്കിലാക്കിനെ പൊടി. എന്നോടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, പറയിപ്പിക്കുന്ന സ്നാക്ക് എന്താ ഇഷ്ടംപൂട്ടി? അങ്ങനെ എല്ലാ പൂതിയും തീർത്ത് നമ്മളിതാ വീട്ടിലേക്ക് പോന്ന്. ഇനി എന്തെങ്കിലും പൂതി ഉണ്ടെങ്കിൽ അത് നാളെ. ശരിക്കും ഇവിടെ ഇങ്ങനത്തെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ. നാട്ടിൽ ഷോപ്പെല്ലാം നമുക്ക് എന്തെങ്കിലും പൂതി വരുമ്പോഴത്തേക്ക് പൂട്ടി പോകില്ലേ. ഇവിടെ എത്ര ലേറ്റ് ആയാലും നമുക്ക് ആവശ്യത്തിന് പൂതിയെല്ലാം തീർക്കാൻ പറ്റും. നമ്മുടെ വലിയ ഉപകാരമായി ഗൈസ്. എല്ലാവർക്കും വൈ കാണിച്ചു കൊടുക്കട്ടെ ജില്ലയിലേക്കുള്ള. ആര്